വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതൊരു നോർമൽ ചിക്കൻ ഫ്രൈ അല്ല കേട്ടോ, നല്ല സ്പൈസിയും ക്രിസ്പി ആയിട്ടുള്ള കറിവേപ്പില ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നമുക്ക് നോക്കാം. കറിവേപ്പില ചിക്കൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 500 ഗ്രാമിൻ്റെ ചിക്കൻ ഡ്രം സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് പീസ് വേണമെങ്കിലും എടുക്കാം. എനിക്കിപ്പം ഷോപ്പിൽ നിന്ന് കിട്ടിയത് ഇതായതുകൊണ്ട് ഞാനിതെടുത്തു, അത്രയേ ഉള്ളൂ. പിന്നെ കറിവേപ്പില ഒരു ഹാൻഡ് ഫുള്ളായിട്ടുണ്ടാവും ഈ കറിവേപ്പില. പിന്നെ കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു 6 പച്ചമുളക് ഉണ്ടാവും നല്ല എരിവുള്ള. പിന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് വലിയ കഷ്ണം ഇഞ്ചി. ആദ്യം നമുക്ക് ഇതെല്ലാം കൂടെ ഒരു മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഞാൻ ഈ കറിവേപ്പിലയും പിന്നെ ഒരു 6 പച്ചമുളകുണ്ട്. ഈ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ ഇത് ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരയണം. ഇനി നമുക്കിത് ചിക്കൻ്റെ അകത്ത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇത് അരയ്ക്കുമ്പോഴൊരു ജസ്റ്റ് ഒരു ടീസ്പൂൺ വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടൂല. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് പരട്ടിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കണം. ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും. ഇത് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. ഇതിനകത്തോട്ട് ഞാനൊരു കുറച്ച് നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ ഓരോ ചിക്കൻ പീസായിട്ട് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ, എന്നിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ആയി ഇത് ഫ്രൈ ചെയ്തിട്ട്. അപ്പോൾ ഇനി ഈ ഭാഗം കൂടെ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. അപ്പം ഞാൻ 2 സൈഡും നന്നായിട്ടായിട്ടുണ്ട്. മറ്റേ സൈഡും കൂടെ മറിച്ചിട്ട് കൊടുത്തു. ഇനി നമുക്കിത് വാങ്ങാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നല്ല പച്ച കളറുള്ള ചിക്കൻ ഫ്രൈ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതേ എണ്ണയിൽ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ കുറച്ച് ലോ ഫ്ലെയിം ആക്കിയിട്ട് കുറച്ച് കറിവേപ്പില ഞാനിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പില നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. ഞാനിത് വാങ്ങുവാണ്. അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറിവേപ്പില ചിക്കൻ ഞാനൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഇത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല സ്പൈസിയാണ്, ക്രിസ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. താങ്ക് യു.